വിദേശത്ത് ജോലി കിട്ടാൻ വേണ്ടി മലയാളികളെ ഇടനിലക്കാരായി തിരയുന്ന പല മലയാളികളുമുണ്ട്. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളൊക്കെ മുതലെടുത്തുകൊണ്ട് ആളുകളെ പറ്റിക്കുന്ന ആളുകളും വളർന്നു വരികയാണ്. അങ്ങനെയുള്ള ചില തട്ടിപ്പുകാരുടെ വിവരങ്ങളാണ് ഇപ്പോഴും വാർത്തയായിട്ട് വരാറുള്ളത്. ഇപ്പോഴിത് കൂട്ടത്തിലേക്ക് ഒരാൾ കൂടെ ഉണ്ടായിരിക്കുന്നു, അതും ഒരു യുവതിയാണ്. ആ യുവതിയുടെ തട്ടിപ്പ് പിടിച്ചിരിക്കുന്നു എന്നുള്ള തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വരികയാണ്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത യുവാക്കളിൽ നിന്നും കോടികൾ തട്ടിയ കേസിലാണ് ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി CEO ആയിട്ടുള്ള കാർത്തിക പ്രദീപിനെ പിടികൂടിയിരിക്കുന്നത്. തൃശൂർ സ്വദേശിയുടെ പരാതിയിൽ കൊച്ചി സെൻട്രൽ പോലീസാണ് കാർത്തികയെ കസ്റ്റഡിയിലെടുത്തെന്നാണ് സൂചന. വിദേശത്ത് ജോലി ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയിട്ടുണ്ട് എന്നും ജോലി ലഭിച്ചില്ലെന്നുമൊക്കെയാണ് ഈ പരാതിയിൽ പറയുന്നത്. അന്വേഷണത്തിനൊടുവിൽ കോഴിക്കോട് നിന്നാണ് കാർത്തികയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. UK-യിൽ സോഷ്യൽ വർക്കർ ജോലി നൽകാമെന്ന് പറഞ്ഞ് പലതവണയായി തന്നിൽ നിന്ന് 5.23 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നാണ് തൃശൂർ സ്വദേശിനി ഇവർക്കെതിരെ നൽകിയിട്ടുള്ള പരാതി. 2024 ഒക്ടോബർ 26 മുതൽ ഡിസംബർ 14 വരെയുള്ള കാലയളവിലാണ് ബാങ്ക് അക്കൗണ്ട് വഴിയും ഓൺലൈൻ ഇടപാടിലൂടെയും പരാതിക്കാരി പണം നൽകിയതെന്നാണ് വിവരം. ഇവരെ കൂടാതെ തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നായി 5 പേർ കാർത്തികയ്ക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് കൊച്ചി സെൻട്രൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അനീഷ് ജോൺ വ്യക്തമാക്കുന്നത്. പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള കാർത്തിക തൃശൂരിലാണ് താമസിച്ചു വന്നത്. ജർമ്മനി, UK തുടങ്ങിയിട്ടുള്ള വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്താണ് കാർത്തിക പണം തട്ടിയതെന്നും ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ് എന്നും പോലീസ് വ്യക്തമാക്കി. 100-ലേറെ ഉദ്യോഗാർത്ഥികളാണ് ഇവരുടെ തട്ടിപ്പിന് ഇരയായിട്ടുള്ളതെന്നാണ് സൂചന. ജോലി തേടിയെത്തിയ ഉദ്യോഗാർത്ഥിനികളിൽ നിന്ന് 3 മുതൽ 8 ലക്ഷം വരെ രൂപ കാർത്തിക കൈപ്പറ്റിയെന്നാണ് വിവരം. പണവും രേഖകളും നൽകിയതിനു ശേഷം ജോലി ലഭിക്കാതെ വന്നതോടെയാണ് ചില ഉദ്യോഗാർത്ഥികൾ പോലീസിനെ സമീപിച്ചത്. താൻ യുക്രൈനിൽ ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കാർത്തിക ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയതെന്നാണ് വിവരം. എറണാകുളത്തിനു പുറമെ തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ പോലീസ് സ്റ്റേഷനുകളിലും കാർത്തികയുടെ ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിനെതിരെ പരാതിയുണ്ടെന്നാണ് വിവരം. പോലീസ് കേസെടുത്തതോടെ കൊച്ചിയിലെ സ്ഥാപനം പൂട്ടി ഇവർ മുങ്ങാനുള്ള ശ്രമമായിരുന്നു. സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ല എന്ന് നേരത്തെ തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ മാത്രം 30 ലക്ഷത്തോളം രൂപയാണ് ഇവർ പലരിൽ നിന്നായിട്ട് വാങ്ങിയതെന്നാണ് സൂചന. സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിവരികയാണെന്ന് കൊച്ചി സെൻട്രൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അനീഷ് ജോൺ വ്യക്തമാക്കി. അതേസമയം കുവൈറ്റിൽ കഴിഞ്ഞ ദിവസമാണ് വീട്ടു തടങ്കലിലായിരുന്ന യുവതിയെ മോചിപ്പിച്ച ഒരു വാർത്ത ഏറെ ആശ്വാസകരമായിട്ടുള്ള രീതിയിൽ പുറത്തു വന്നത്. വീട്ടു തടങ്കലിലാണെങ്കിലും രക്ഷപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, സഹായിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കുവൈറ്റിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു വീഡിയോ സന്ദേശം തന്റെ ഭർത്താവിന് നൽകിയിരുന്നു. ഇതേ തുടർന്ന് നടത്തിയിട്ടുള്ള ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ഈ യുവതിയെ രക്ഷപ്പെടുത്തിയത്. പാലക്കാട് സ്വദേശിനി ഹസീലയാണ് ഇങ്ങനെ രക്ഷപ്പെട്ടത്. ജോലിയും വേതനവും നൽകാതെ കുവൈറ്റിൽ ഇവരെ വീട്ടു തടങ്കലിൽ വെച്ചിരിക്കുകയായിരുന്നു. പൊതുപ്രവർത്തകരും കുവൈറ്റ് പോലീസും നടത്തിയ ശ്രമത്തിനൊടുവിലാണ് ഫസീല രക്ഷപ്പെട്ടത്. കുവൈറ്റിലേക്ക് ജോലിക്കായി കൊണ്ടുപോയ ഏജന്റായിരുന്നു അവിടെ വില്ലൻ. ആ ഏജന്റാണ് ഇവരെ ഒരാഴ്ചത്തോളം തടവിൽ പാർപ്പിച്ചതെന്നാണ് വിവരം. ഭക്ഷണം നൽകാതെയും വിശ്രമം അനുവദിക്കാതെയും 24 മണിക്കൂർ ജോലി ചെയ്യിപ്പിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ഇതിനെ എതിർത്തതോടെ വീട്ടു തടങ്കലിലാക്കി. ജോലിക്കായി എത്തിച്ച ഏജന്റിന്റെ വീട്ടു തടങ്കലിൽ ഫസീല കഴിഞ്ഞു. ഭക്ഷണവും വിശ്രമവും നൽകാതെ ജോലി ചെയ്യിപ്പിച്ച് അതിനെതിരെ എതിർത്തപ്പോൾ ഫസീലയെ വീട്ടു തടങ്കലിലാക്കി ഫസീലയെ ഉപദ്രവിക്കുക അടക്കം ചെയ്തു എന്നാണ് സൂചന. കാസർഗോഡ് സ്വദേശി ഖാലിദാണ് അന്ന് ഫസീലയ്ക്കെതിരെ നടപടിയെടുത്തതെന്നാണ് കുവൈറ്റിൽ നിന്ന് പുറത്തുവന്ന റിപ്പോർട്ട്. ഖാലിദിന്റെ ബന്ധു റഫീഖ് ഫസീലയെ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് സൂചന. കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കുവൈറ്റ് പോലീസ് അറിയിച്ചു. ജോലിയും വേതനവും നൽകാതെ കുവൈറ്റിൽ വീട്ടു തടങ്കലിൽ പാർപ്പിക്കുകയായിരുന്നുവെന്ന് പട്ടാമ്പി വല്ലപ്പുഴ സ്വദേശിയായിട്ടുള്ള ഫസീല ഭർത്താവിന് ഒരു വീഡിയോ സന്ദേശം അയക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് സംഭവത്തിൽ അന്വേഷണമൊക്കെ നടത്തുന്നത്. കഴിഞ്ഞ മാർച്ചിലാണ് തിരുവനന്തപുരം സ്വദേശി ജിജി, കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള ഖാലിദ്, ഇടുക്കി കട്ടപ്പന സ്വദേശിയായ ബിൻസി എന്നിവർ ചേർന്നുകൊണ്ട് ഇവരെ കുവൈറ്റിലേക്ക് ഫസീലയെ എത്തിക്കുന്നത്. നാട്ടിൽ ഹോം നഴ്സിംഗ് സ്ഥാപനത്തിൽ നഴ്സായിട്ട് ജോലി ചെയ്യുന്നതിനിടെയാണ് തിരുവനന്തപുരം സ്വദേശിനി ജിജിയെ പരിചയപ്പെടുന്നതെന്നും കുവൈറ്റിൽ ജോലി ശരിയാക്കി തരാമെന്ന് വാഗ്ദാനം നൽകി പണം കൈപ്പറ്റി ഖാലിദിനെയും ബിൻസിയെയും പരിചയപ്പെടുത്തിയെന്നും പിന്നീട് ഇവർ കുവൈറ്റിൽ എത്തുകയായിരുന്നുവെന്നുമാണ് ഫസീല വ്യക്തമാക്കുന്നത്. കുവൈറ്റിലെത്തിയതോടെ വാഗ്ദാനം ചെയ്ത ജോലി ലഭിച്ചില്ല. ആദ്യം ഖാലിദിന്റെ വീട്ടിലും തുടർന്ന് ചില കുവൈറ്റ് സ്വദേശികളുടെ വീട്ടിലും തന്നെ എത്തിച്ച് ഭക്ഷണവും വിശ്രമവും നൽകാതെ ജോലി എടുപ്പിച്ചു. രോഗം ബാധിച്ചപ്പോൾ ചികിത്സ പോലും നൽകിയില്ല. ഇഷ്ടമില്ലാത്ത
ജോലി ചെയ്യാൻ വിസമ്മതിച്ചതോടെ വീട്ടുതടങ്കലിലാക്കി എന്നാണ് ഫസീല വ്യക്തമാക്കുന്നത്. ഇതിനിടയിലാണ് എംബസിയുമായി ബന്ധപ്പെട്ടപ്പോൾ കുവൈറ്റിലെ നിയമം അനുസരിച്ച് എംബസിയിലെത്തിയാൽ മാത്രമേ രക്ഷപ്പെടുത്താനാകുകയുള്ളൂ എന്നും ജോലിസ്ഥലത്തെത്തി രക്ഷിക്കാനാവില്ല എന്നും ഒക്കെ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് രക്ഷപ്പെടാൻ തനിക്കാവില്ല എന്നറിഞ്ഞതോടെയാണ് ഇപ്പോൾ ജീവന് ഭീഷണിയുണ്ട് എന്നും മരിച്ചാൽ അതിന് ഉത്തരവാദികൾ ജിജിയും ഖാലിദും ബിൻസിയുമാണ് എന്ന് കരഞ്ഞു പറഞ്ഞുകൊണ്ട് കണ്ണൂർ സ്വദേശിയായ ഭർത്താവിന് ഫസീല വീഡിയോ സന്ദേശം അയക്കുന്നത്. ഇതിനെ തുടർന്നാണ് മനുഷ്യക്കടത്താണ് ഇവർ നടത്തിയതെന്ന് പോലീസിന് വ്യക്തമായത്. അവിടെ എത്തിച്ച് നടപടികൾ പിന്നീട് പോലീസ് പെട്ടെന്ന് തന്നെ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഇവരെ സംരക്ഷിച്ചു. അങ്ങനെയുള്ള റിപ്പോർട്ട് പുറത്തു വന്നത്. അതായത് ഇതൊക്കെ വ്യക്തമാക്കുന്നത് നിരവധി ആളുകളാണ് ജോലി വാഗ്ദാനം ചെയ്തതും വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത തട്ടിപ്പുകൾ നടത്തുന്നത് എന്നതാണ്. എന്തായാലും പ്രവാസികളും അതുപോലെ തന്നെ പ്രവാസ ലോകം തിരഞ്ഞെടുക്കാൻ പോകുന്ന ആളുകളും ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരിൽ നിന്ന് ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളെ തിരിച്ചറിഞ്ഞ് കൃത്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ റിപ്പോർട്ടുകളൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്.